ഈ സംഭവം ഇല്ലാത്തൊരു സംഭവമാണ്. ഇങ്ങനൊരു സംഭവം ഇമാം ഇബ്നു തൈമിയ്യയുടെ പേരിൽ സംഭവിച്ചിട്ടേ ഇല്ല. ഇതിനെക്കുറിച്ച് മൗലാന തഖി ഉസ്മാനി ഹഫിളഹുല്ല, അതുപോലെ സഈദ് അഹമ്മദ് പാലംപൂരി റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങിയ പല ദൈവതി പണ്ഡിതന്മാരും ഈ സംഭവം ചരിത്ര കിതാബുകളിൽ ഇബ്നു ബത്തൂത്തയെ പോലുള്ളവർ എഴുതിയിട്ടുണ്ട് എങ്കിലും ഇതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നും ചരിത്രപരമായി പച്ചക്കളവാണ് ഈ സംഭവം എന്നും കൃത്യമായി എഴുതിയിട്ടുണ്ട്. കശ്മീർ മൗലാന ഇമാം ഇബ്നു തൈമിയ്യക്ക് റദ്ദ് ചെയ്തിട്ടുണ്ടല്ലോ, എതിര് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ്. യഥാർത്ഥത്തിൽ 2-3 സ്ഥലങ്ങളിൽ കശ്മീർ മൗലാന ഇമാം ഇബ്നു തൈമിയ്യയെ റദ്ദ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ പലതും തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. ഇമാം ഇബ്നു തൈമിയ്യയുടെ മുഅ്തഖിദായിരുന്നു മൗലാന അൻവർ ഷാ കശ്മീരി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പോൾ മുഅ്തഖിദ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഇമാം ഇബ്നു തൈമിയ്യ അതിയായി ആഗ്രഹിക്കുകയും സ്നേഹിക്കുകയും ഫോളോ ചെയ്യുകയും ചെയ്തിരുന്ന, ആരാധന തലത്തിലേക്ക് പോലും എത്തിച്ചേരുന്ന രൂപത്തിലുള്ള സ്നേഹത്തിനാണ് മുഅ്തഖിദ് എന്ന് എതിരാളികൾ പോലും സമ്മതിച്ചു. അപ്പോൾ അത്രത്തോളം ഇമാം ഇബ്നു തൈമിയ്യയെ ഇഷ്ടപ്പെടുകയും ഫോളോ ചെയ്യുകയും മനസ്സിൽ കൊണ്ടു നടക്കുകയും ചെയ്തിരുന്ന മഹാനാണ് മൗലാന അൻവർ ഷാ കശ്മീരി റഹ്മത്തുള്ളാഹി അലൈഹി. ഇത് നമ്മൾ പറയുമ്പോൾ ഇവർ പറയുന്നൊരു കാര്യം, അൻവർ ഷാ കശ്മീരി മൗലാന ഇമാം ഇബ്നു തൈമിയ്യക്ക് റദ്ദ് ചെയ്തിട്ടുണ്ടല്ലോ, എതിര് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ്. യഥാർത്ഥത്തിൽ 2-3 സ്ഥലങ്ങളിൽ കശ്മീരി മൗലാന ഇമാം ഇബ്നു തൈമിയ്യയെ റദ്ദ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ പലതും തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. കശ്മീരി മൗലാന ഒരിക്കലും ഇമാം ഇബ്നു തൈമിയ്യയുടെ കിതാബ് നോക്കിയിട്ട് കിതാബിലെ ഇന്ന വരിയായിരുന്നു അദ്ദേഹം മുശബ്ബിഹാക്കളോട് അടുക്കാനുള്ള കാരണമായി തീർന്നത് എന്നല്ല മൗലാന പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ, അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നിന്നും ഞാൻ കേട്ടതുപോലെ എന്നാണ്. യഥാർത്ഥത്തിൽ എന്താണ് മൗലാന കേട്ടത്? ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി മുശബ്ബിഹാക്കളോട് സാദൃശ്യമാകുന്ന രൂപത്തിൽ സംസാരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മുശബ്ബിഹാക്കളോട് അടുത്തിട്ടുണ്ട് എന്ന് കശ്മീരി മൗലാന വിമർശനം ഉന്നയിക്കാനുള്ള കാരണം എന്താണ്? മൗലാന കേട്ട ഒരു ചരിത്രമാണ്. എന്താണ് ആ ചരിത്രം? മൗലാന പറയാൻ, അന്നഹു കാന ജാലിസൻ അലൽ മിമ്പർ, ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി മിമ്പറിൽ ഇരിക്കുകയായിരുന്നു. ഫസഅലഹു സായിലുൻ അൻ നുസൂലിഹി തആല, അപ്പോൾ ആരോ ഒരാൾ ചോദിച്ചു അള്ളാഹുവിൻ്റെ നുസൂലിനെ സംബന്ധിച്ച്, എങ്ങനെയാണ് അള്ളാഹിൻ്റെ നുസൂൽ ഉണ്ടാവുക, അല്ലെങ്കിൽ അള്ളാഹിൻ്റെ നുസൂലിനെ സംബന്ധിച്ച് വിശദീകരിക്കാമോ എന്ന രൂപത്തിലുള്ള ചോദ്യം ഇമാം ഇബ്നു തൈമിയ്യയോട് ചോദിച്ചു. അപ്പോൾ ഇമാം ഇബ്നു തൈമിയ്യ എന്ത് ചെയ്തു? ഫനസല ഇബ്നു തൈമിയ്യ ഇല ദറജത്തി സാനിയ, മുകളിലിരുന്ന ഇമാം ഇബ്നു തൈമിയ്യ മിമ്പറിൻ്റെ 2ാം പടിയിലേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് ഫഖാല ഹാകദ നുസൂൽ, ഇപ്രകാരമാണ് അള്ളാഹുവും ഇറങ്ങി വരുന്നത് എന്ന് പറഞ്ഞു. ഫഹഖഖഹു ഫിൽ ഖാരിജി, അങ്ങനെ ഇമാം ഇബ്നു തൈമിയ്യ തന്നെ അള്ളാഹുവിൻ്റെ ഇറക്കം ഈ ഇറക്കം പോലെയാണ്, ഞാൻ ഇറങ്ങുന്നത് പോലെയാണ് എന്നൊരു കൈഫിയത്ത്, ഒരു രൂപം അവിടെ വിശദീകരിച്ചു. ഈ ചെയ്തത് വബാലഗ ഫി, അങ്ങനെ അതിൽ അദ്ദേഹം അതിര് കടന്നു. എന്നിട്ടോ ഹത്ത ഔഹമ കലാമുഹു അത്തശ്ബീഹ, അങ്ങനെ അദ്ദേഹത്തിന് ഈ സംസാരം തശ്ബീഹിനെ തോന്നിപ്പിച്ചു. സൃഷ്ടികളുടെ ഇറക്കം പോലെ, സൃഷ്ടികൾ ഇറങ്ങുന്നത് പോലെയാണ് അള്ളാഹു ഇറങ്ങുന്നത് എന്ന് ഇമാം ഇബ്നു തൈമിയ്യയുടെ ഈ സംസാരം, ഈ പ്രവൃത്തിയും തോന്നിപ്പിച്ചു എന്നാണ് ഇമാം ഇബ്നു തൈമിയ്യയെ സംബന്ധിച്ച് താൻ കേട്ട സംഭവം എന്ന് കശ്മീരി മൗലാന പറയാൻ. ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കശ്മീരി മൗലാന പറഞ്ഞത് ഇമാം ഇബ്നു തൈമിയ്യ തശ്ബീഹ് ചെയ്യുന്ന ആളുകളെ പോലെയായി, അല്ലെങ്കിൽ ഇമാം ഇബ്നു തൈമിയ്യ അള്ളാഹുവിനെ ഇസ്ബാത്ത് ചെയ്യുന്നതിൽ, അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ ഇസ്ബാത്ത് ചെയ്യുന്നതിൽ പരിധി വിട്ടു എന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഈ സംഭവം ഇല്ലാത്തൊരു സംഭവമാണ്. ഇങ്ങനൊരു സംഭവം ഇമാം ഇബ്നു തൈമിയ്യയുടെ പേരിൽ സംഭവിച്ചിട്ടേ ഇല്ല. ഇതിനെക്കുറിച്ച് മൗലാന തഖി ഉസ്മാനി ഹഫിളഹുല്ല, അതുപോലെ സഈദ് അഹമ്മദ് പാലംപൂരി റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങിയ പല ദൈവതി പണ്ഡിതന്മാരും ഈ സംഭവം ചരിത്ര കിതാബുകളിൽ ഇബ്നു ബത്തൂത്തയെ പോലുള്ളവർ എഴുതിയിട്ടുണ്ട് എങ്കിലും ഇതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നും ചരിത്രപരമായി പച്ചക്കളവാണ് ഈ സംഭവം എന്നും കൃത്യമായി എഴുതിയിട്ടുണ്ട്. ഈ സംഭവത്തെ സംബന്ധിച്ച് മൗലാന തഖി ഉസ്മാനി ഹഫിളഹുല്ല വളരെ വിശാലമായൊരു പഠനം പറയുന്നുണ്ട്. അതിലെ ചില ഭാഗങ്ങൾ നമ്മൾ വായിക്കാം. മൗലാന പറയാണ്, അഗർ യേ വാഖയ സാബിത് ഹോത്തോ ബിലാ ശുബഹ് യേ നിഹായത്ത് ഖത്തർനാക് ബാത്ത് ഹെ, ഇങ്ങനൊരു സംഭവം ഇമാം ഇബ്നു തൈമിയ്യയുടെ പേരിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് വളരെ അപകടകരമായൊരു വാദം തന്നെയാണ്. മിമ്പറിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഞാൻ ഇറങ്ങുന്നത് പോലെയാണ് അള്ളാഹു ഇറങ്ങുന്നത് എന്ന് പറയുന്നത് അപകടകരമായ ഒരു കാര്യം തന്നെയാണ്. എന്നിട്ട് മൗലാന പറയാണ്, ഓർ ഉസ്സെ ലാസിം ആതാഹി കെ അല്ലാമ ഇബ്നു തൈമിയ്യ തശ്ബീഹ കെ ഖായിൽ ഹെ, ഇതിലൂടെ ഇമാം ഇബ്നു തൈമിയ്യ തശ്ബീഹിൻ്റെ ആളാണ്, സൃഷ്ടികളെ പോലെയാണ് അള്ളാഹു എന്ന് വാദിക്കുന്ന ആളുകളെപ്പോലെയുള്ള വാദം പറയുന്ന ആളാണ് ഇമാം ഇബ്നു തൈമിയ്യ എന്ന് ഈ സംഭവം സ്ഥിരപ്പെട്ടാൽ ലഭിക്കും എന്നാണ് തഖി ഉസ്മാനി മൗലാന പറയുന്നത്. എന്നിട്ട് മൗലാന പറയാണ്, ലേക്കിൻ വാഖയ കെ തഹ്ഖീഖ് സെ इस वाक़या की निस्बत अल्लामा इब्न तैमिया की तरफ साबित नहीं होती. അതായത് ഈ വിഷയത്തിൽ ഗഹനമായി പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യമാണ്, ഇമാം ഇബ്നു തൈമിയയിലേക്ക് ഈ സംഭവത്തെ ചേർക്കാൻ പറ്റുകയില്ല.
എന്നിട്ട് പറയാണ് ദർ അസ്ൽ യെ വാഖിയ കിസി മുസ്തനദ് ത്വരീഖ സെ സാബിത് നഹി, ഇത് കൃത്യമായ പരമ്പരയോടുകൂടി സ്ഥിരപ്പെട്ടിട്ടില്ല. ബൽക്കെ യെ സബ്സെ പെഹ്ലെ ഇബ്നു ബത്തൂത്താനെ അപ്നെ സഫർനാമെ മേ ദിക്ർ കിയാ ഹെ. ഇബ്നു ബത്തൂത്തയാണ് ആദ്യമായി തൻ്റെ കിതാബിൽ ഈ സംഭവം എഴുതിയത്. और कहा है कि मैंने खुद अल्लामा इब्न तैमिया को जामिया दिमश्क के मिंबर पर तकरीर करते हुए देखा. ഞാൻ ഇമാം ഇബ്നു തൈമിയയെ ദിമഷ്കിലെ പള്ളിയിൽ മിമ്പറിൽ നിന്നും പ്രസംഗിക്കുന്നത് കേട്ടു. वो तकरीर के दौरान मिंबर से 2 सीढ़ियाँ नीचे उतरे. ആ പ്രസംഗത്തിൻ്റെ സംസാരത്തിനിടയിൽ ഇമാം ഇബ്നു തൈമിയ മിമ്പറിൻ്റെ 2 പടി താഴേക്കിറങ്ങി. ഓർ കഹാക്കെ, എന്നിട്ട് പറഞ്ഞു, യൻസിലു കനുസൂലി ഹാദ, അള്ളാഹു ഞാൻ ഈ ഇറങ്ങുന്നത് പോലെ ഇറങ്ങുമെന്ന് പറഞ്ഞു. ഈ സംഭവം ഇബ്നു ബത്തൂത്ത ഉദ്ധരിച്ച സംഭവമാണ്. എന്നാൽ തഖിസ്മൻ മൗലാന പറയാണ്, ലേക്കിൻ മുഹഖിഖീനെ സഫർനാമ ഇബ്നു ബത്തൂത്താക്കി ഇസ് ഹിക്കായത്ത് കോ മുഅത്തബർ നഹീ മാനാ. ഈ വിഷയത്തിൽ കൃത്യമായി പഠനം നടത്തിയ ആളുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇത് ഒരിക്കലും ഇമാം ഇബ്നു തൈമിയയിലേക്ക് ചേർക്കാൻ പറ്റിയ സംഭവമേ അല്ല. ഈ വിഷയം മൗലാന ഷെയ്ഖുൽ ഹദീസ് മുഫ്തി സഈദ് അഹമ്മദ് പാലംപൂരി റഹ്മത്തുള്ളാഹി അലൈഹിം വിശദീകരിക്കുന്നുണ്ട്. ഇമാം ഇബ്നു തൈമിയയുടെ പേരിൽ ഈ സംഭവം നമുക്ക് പറയാൻ പറ്റുമോ ഇല്ലയോ, ഇത് സ്ഥിരപ്പെട്ട സംഭവമാണോ അല്ലയോ? മൗലാന അവർകൾ പറയാണ്, മുഹഖിഖീൻ ने इस वाक़या को तारीख़ी एतबार से गलत करार दिया है. ചരിത്രത്തെ ഗഹനമായി പഠിച്ചവർ, അതിൽ തഹ്ഖീഖ് ചെയ്ത ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഇത് ചരിത്രപരമായി തെറ്റായ ഒരു സംഭവമാണ്, ചരിത്രപരമായി നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന സംഭവമേ അല്ല എന്ന് വളരെ കൃത്യമായിട്ട് മൗലാന പാലംപൂരി ഉസ്താദ് പറയുകയാണ്. അപ്പോൾ ഇവിടെ അൻവർ ഷാ കശ്മീരി മൗലാന താൻ കേട്ട സംഭവം എന്ന അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പോൾ ആ കേട്ട സംഭവം ശരിയല്ല. മൗലാന കേട്ട സംഭവം അത് ഇമാം ഇബ്നു തൈമിയയിലേക്ക് ചേർക്കാൻ പറ്റുന്ന സംഭവമല്ല, അത് ഇബ്നു ബത്തൂത്തയുടെ ചരിത്ര കിതാബിൽ അദ്ദേഹത്തിന് വന്ന പിഴവാണ് എന്ന് വളരെ കൃത്യമായിട്ട് ദേവബന്ദി പണ്ഡിതൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനൊരു സംഭവം ഇല്ല എന്നിരിക്കെ ആ സംഭവം അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് കശ്മീരി മൗലാന പറഞ്ഞത് ഇമാം ഇബ്നു തൈമിയ മുശബ്ബിഹാക്കളോട് അടുത്തു എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു സംഭവം ഇല്ല എങ്കിൽ അടുപ്പവുമില്ല എന്ന് മാത്രമല്ല, ഈ വിഷയത്തിൽ ഇമാം ഇബ്നു തൈമിയ തൻ്റെ നിലപാട് തൻ്റെ കിതാബിൽ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഇറക്കം എൻ്റെ ഇറക്കം പോലെയാണ് എന്നൊരാൾ പറഞ്ഞാൽ അവനെക്കുറിച്ച് ഇമാം ഇബ്നു തൈമിയ പറയുന്നത് അവൻ കാഫിറാണ് എന്നാണ്. ആ ഭാഗം നമുക്ക് നോക്കാം. റഹ്മത്തുള്ളാഹി തൻ്റെ മജ്മുഉൽ ഫതായിൽ പറയാണ്, വകദാലിക ഇൻ ജഅല സിഫാത്തില്ലാഹി മിസ്ല സിഫാത്തിൽ മഖ്ലൂഖീൻ. ആരെങ്കിലും അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ സൃഷ്ടികളുടെ സിഫാത്തുമായി സാദൃശ്യപ്പെടുത്തി, അല്ലെങ്കിൽ സൃഷ്ടികളുടെ സിഫാത്ത് പോലെയാണ്, സൃഷ്ടികളുടെ വിശേഷണങ്ങൾ പോലെയാണ് അള്ളാഹുവിൻ്റെ വിശേഷണം എന്ന് ആരെങ്കിലും വാദിച്ചാൽ, എങ്ങനെ വാദിച്ചാൽ, ഫയഖൂലു, അവൻ പറയുകയാണ്, ഇസ്തിവാഉല്ലാഹി കസ്തിവാഇൽ മഖ്ലൂഖ്, അള്ളാഹുവിൻ്റെ ഇസ്തിവാ, അള്ളാഹുവിൻ്റെ ഉപവിഷ്ടനാകുക എന്നുള്ളത് അള്ളാഹു അർശിൽ ഉപവിഷ്ടനാവുക എന്നുള്ളത് സൃഷ്ടികളുടെ ഇരുത്തം പോലെയാണ്, സൃഷ്ടികൾ ഉപവിഷ്ടനാകുന്നത് പോലെയാണ് എന്നൊരാൾ പറഞ്ഞു. അല്ലെങ്കിലോ ഔ നുസൂലുഹു കനുസൂലിൽ മഖ്ലൂഖ്, അള്ളാഹുവിൻ്റെ ഇറക്കം സൃഷ്ടികൾ ഇറങ്ങുന്നത് പോലെയാണ്, അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുമെന്ന ആ ഇറക്കം അത് സൃഷ്ടികളുടെ ഇറക്കം പോലെയാണ് എന്ന് പറയുകയും ചെയ്താൽ, വനഹ്വദാലിക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലുള്ളതൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ ഫഹാദാ മുബ്തദിഉൻ ളാല്ലുൻ, അവൻ ആരാണ്? അവൻ മുബ്തദിഅാണ്, അവൻ പിഴച്ചവനാണ്, അവൻ പുത്തൻവാദിയാണ് എന്ന് ഇമാം ഇബ്നു തൈമിയ പറയാം. അപ്പോൾ ഇമാം ഇബ്നു തൈമിയയുടെ വീക്ഷണം എന്താ? അള്ളാഹുവിൻ്റെ ഇറക്കത്തെ സംബന്ധിച്ചോ അള്ളാഹുവിൻ്റെ ഇസ്തിവാനെ സംബന്ധിച്ചോ എൻ്റെ ഇസ്തിവ പോലെയാണ്, അല്ലെങ്കിൽ സൃഷ്ടികളുടെ ഇസ്തിവ പോലെയാണ് എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ അവൻ മുബ്തദിയാണ്, അവൻ ളാല്ലാണ്. അപ്പോൾ ഇമാം ഇബ്നു തൈമിയയുടെ അഭിപ്രായം കൃത്യമായിട്ട് മഹാനവരുടെ കിതാബിൽ എഴുതിയിട്ടുണ്ട്. മറ്റൊരു സ്ഥലത്ത് ഇമാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി ഇതേ കിതാബിൽ തന്നെ പറയുന്ന ഭാഗം നമുക്ക് നോക്കാം. ഖാല ഇന്ന ഇൽമല്ലാഹി കഇൽമി, ആരെങ്കിലും പറയാണ് അള്ളാഹുവിൻ്റെ അറിവ് എൻ്റെ അറിവ് പോലെയാണ്, ഔ ഖുദ്റതഹു ക ഖുദ്റതി, അള്ളാഹുവിൻ്റെ ശക്തി എൻ്റെ ശക്തി പോലെയാണ്, ഔ കലാമഹു മിസ്ലു കലാമി, അള്ളാഹുവിൻ്റെ കലാമ് എൻ്റെ കലാമ് പോലെയാണ്, ഔ ഇറാദതഹു വ മഹബ്ബതഹു വ റിളാഹു വ ഗളബഹു മിസ്ലു ഇറാദതി വ മഹബ്ബതി വ റിളാഇ വ ഗളബി, അള്ളാഹുവിൻ്റെ ഇറാദത്ത് ഉദ്ദേശിക്കുന്ന കാര്യം, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സ്നേഹം, വ മഹബ്ബതഹു വ റിളാഹു അള്ളാഹിൻ്റെ തൃപ്തി,
അതുപോലെ തന്നെ വഗളബഹു അള്ളാഹിൻ്റെ കോപം, ഇതൊക്കെ മിസ്ലു ഇറാദത്തി, എൻ്റെ ഉദ്ദേശം പോലെയാണ് അള്ളാഹുവിൻ്റെ ഉദ്ദേശവും, എൻ്റെ സ്നേഹം പോലെയാണ് അള്ളാഹുവിൻ്റെ സ്നേഹവും, വരിലായി എൻ്റെ തൃപ്തി പോലെയാണ് അള്ളാഹിൻ്റെ തൃപ്തി, വഗളബി എൻ്റെ കോപം പോലെയാണ് അള്ളാഹിൻ്റെ കോപം എന്നൊക്കെ ഒരാൾ പറഞ്ഞു. അല്ലെങ്കിലോ ഔ ഇസ്തിവാഅഹു അലൽ അർശി കഇസ്തിവാഇ, അർശിൽ അള്ളാഹു ഉപവിഷ്ടനാകുന്നത് ഞാൻ ഉപവിഷ്ടനായതുപോലെയാണ് എന്നൊരാൾ പറഞ്ഞു. അല്ലെങ്കിലോ ഔ നുസൂലഹു കനുസൂലി, അള്ളാഹുവിൻ്റെ ഇറക്കം എൻ്റെ ഇറക്കം പോലെയാണ്, ഞാൻ ഇറങ്ങുന്നത് പോലെ, ഞാൻ മിമ്പറിൽ നിന്ന് ഇറങ്ങുന്നത് പോലെയാണ്, ഞാൻ സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങുന്നത് പോലെയാണ് അള്ളാഹുവിൻ്റെ ഇറക്കം എന്നൊക്കെ ഒരാൾ പറഞ്ഞു. ഔ ഇത്തിയാനഹു ക ഇത്തിയാനി, അള്ളാഹുവിൻ്റെ വരവ് എൻ്റെ വരവ് പോലെയാണ്, ഞാൻ വരുന്നത് പോലെയാണ് അള്ളാഹു വരുന്നത് എന്നൊക്കെ സൃഷ്ടികളോട് സദൃശപ്പെടുത്തുന്ന രൂപത്തിൽ ആരെങ്കിലും പറഞ്ഞാൽ, വനഹ്വദാലിക, അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ, ഫഹാദാ ഖദ് ശബ്ബഹല്ലാഹ, അവൻ അള്ളാഹുവിനെ സദൃശപ്പെടുത്തി, വമസലഹു, അവൻ അള്ളാഹുവിനെ തുല്യപ്പെടുത്തി, ബി ഖൽഖിഹി, അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് തുല്യപ്പെടുത്തി, അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് അള്ളാഹുവിനെ സദൃശപ്പെടുത്തി. തആലല്ലാഹു അമ്മാ യഖൂലൂൻ, ഇങ്ങനെ പറയുന്നവരുടെ പറച്ചിലുകളിൽ നിന്നും അള്ളാഹു എത്ര ഉന്നതനാണ്. എന്നിട്ട് പറയാണ്, ഇങ്ങനെ പറയുന്നവൻ വഹുവ ضالٌ, അവൻ വഴി പിഴച്ചവനാണ്, ഖബീസുൻ, വൃത്തികെട്ടവനാണ്, മുബ്തിലുൻ, അവൻ നിരർത്ഥകമായ വാദം പറയുന്നവനാണ് എന്നല്ല, ബൽ കാഫിറുൻ, ഇങ്ങനെ ആരെങ്കിലും ബാധിച്ചാൽ അവൻ പച്ച കാഫിറാണ്. ഇത്രയും കടുപ്പമായ നിലപാട് അള്ളാഹുവിൻ്റെ തൻസീഹിൻ്റെ വിഷയത്തിൽ ഇമാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് സ്വന്തം കിതാബിൽ പല സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഇമാം ഇബ്നു തൈമിയ്യയുടെ പേരിൽ ഒരു കള്ളക്കഥ ഇബ്നു ബത്തൂത്തൻ്റെ കിതാബിൽ അറിഞ്ഞോ അറിയാതെ എഴുതി പോയിട്ടുണ്ട്. അത് വച്ചിട്ട് ഇമാം ഇബ്നു തൈമിയ്യ വിലയിരുത്തുക എന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് കശ്മീരി മൗലാന ഈ സംഭവത്തെക്കുറിച്ച് താൻ കേട്ടത് പ്രകാരം എന്ന് പറഞ്ഞത്. ഒരിക്കലും ഇമാം ഇബ്നു തൈമിയ്യയുടെ കിതാബിൽ ഈ സംഭവമോ ഈ സംഭവത്തിന് അനുകൂലമായ രൂപത്തിലുള്ള വരികളോ കാണാൻ സാധിക്കില്ല. വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ സംഭവം നടന്നിട്ടില്ല. ഇമാം ഇബ്നു തൈമിയ്യയുടെ നിലപാട് ഈ സംഭവത്തിന് നേർ വിപരീതമാണ്. ഇങ്ങനെ വിശ്വസിക്കുന്നവൻ കാഫിറാണ് എന്നാണ്.